കഥയെ ആരംഭിക്കുന്നത് ഷിങ്ലു എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവൾ ഫ്ലൈറ്റ് അറ്റൻഡന്റായി ജോലി നോക്കുകയായിരുന്നു. ജോലിയൊക്കെ നിർത്തി ഒരു കഫേ തുടങ്ങാൻ അവൾ പദ്ധതിയിട്ടിരിക്കുകയാണ്. അന്ന് അവളുടെ അവസാനത്തെ വർക്കിംഗ് ദിവസമായിരുന്നു. വിയന്നയിൽ അവൾ വേഗം പുറത്തേക്ക് വരുമ്പോഴാണ് ഒരു BMW കാർ അവളെ ഇടിക്കാനായി പാഞ്ഞെടുത്തത്. ഒരു തരത്തിൽ അവൾ രക്ഷപ്പെട്ടു. കാറിൽ നിന്ന് ഇറങ്ങി വന്ന ഡ്രൈവർ അവളെ നോക്കിക്കണ്ടു. അവളുടെ ഒരു ഫോട്ടോ പകർത്തി. അന്ന് തിരികെ നാട്ടിലേക്ക് പറന്നിറങ്ങിയ അവൾ തന്റെ ജോലി അവസാനിപ്പിച്ചു. കഫേ തുടങ്ങാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള പദ്ധതികളിൽ ഏർപ്പെട്ടു. തന്റെ ഫ്രണ്ടിനെ ബോയ് ഫ്രണ്ടിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു ട്രീറ്റ് പോലും കൊടുത്ത് അവൾ തന്റെ ആ ഫെയർവെൽ സെലിബ്രേറ്റ് ചെയ്തു. പക്ഷേ അന്നാണ് അവിടെ വലിയൊരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഫംഗ്ഷൻ അവൾ ശ്രദ്ധിച്ചത്. അവളുടെ ബോയ് ഫ്രണ്ടിന്റെ പേരാണ് അവിടെ നടക്കുന്ന ചടങ്ങിൽ എഴുതി വെച്ചിരിക്കുന്നത്. എൻഗേജ്മെന്റ് ചടങ്ങാണ്. അവൾ അങ്ങോട്ടേക്ക് കയറി ചെന്നു. അത് തന്റെ ബോയ് ഫ്രണ്ടിന്റെ വിവാഹ ചടങ്ങാണ്, എൻഗേജ്മെന്റ് പാർട്ടിയാണ് എന്ന് കണ്ടതും അവളാകെ തകർന്നുപോയി. കരഞ്ഞുകൊണ്ട് അവൾ തിരികെ ഇറങ്ങി. ഷെൻമിങ് എന്നായിരുന്നു അവളുടെ ആ ബോയ് ഫ്രണ്ടിന്റെ പേര്. അവൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിയപ്പോ ഷെൻമിങ് പിന്നാലെ ചെന്നു. അവളെ കൺവിൻസ് ചെയ്യിക്കാനും സമാധാനിപ്പിക്കാനും ശ്രമിച്ചു. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്റെ വധുവിന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി മാത്രമാണ്. വളരെയധികം സമ്പത്ത് എനിക്ക് കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ നിന്നിലേക്ക് തന്നെയാകും വരിക. നിന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി പ്രണയിക്കുന്നത്. ഷിങ്ലുവിനെ കൺവിൻസ് ചെയ്യിക്കാൻ ഷെങ്മിൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഉൾക്കൊള്ളാൻ ഷിങ്ലുവിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് ബ്രേക്കപ്പ് സംഭവിച്ചു. അന്ന് തന്നെ ചതിച്ച് പണത്തിന് പിന്നാലെ പോയ ഷിങ്മിങ്ങിനെതിരെ അവൾ ഒരുപാട് തർക്കിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. ദിവസങ്ങൾ കടന്നുപോകും തോറും അവളുടെ ഉള്ളിലെ വേദന കൂടി വന്നു. ഒടുവിൽ ഒരു ദിവസം ആത്മഹത്യ ചെയ്യാൻ അവൾ തീരുമാനിച്ചു. വളരെ വലിയ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി ചാടാൻ അവൾ തയ്യാറെടുത്തു നിന്നു. ഫയർഫോഴ്സും പോലീസുകാരും നാട്ടുകാരും ഒക്കെ തടിച്ചുകൂടി. താഴെ ബെഡും തയ്യാറാക്കപ്പെട്ടു. അപ്പോഴാണ് അതുവഴി ഒരു യുവാവ് കടന്നു വന്നത്. ഷു ചെങ്ഷുൻ എന്നായിരുന്നു അവന്റെ പേര്. ചെങ്ഷുൻ ഷിങ്ലുവിനെ കണ്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി വന്നു. ചാടാതിരിക്കാൻ വേണ്ടി അവളോട് സംസാരിച്ചു. പക്ഷെ അവന്റെ സംസാരത്തിലൊന്നും അവൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ചാടാൻ ശ്രമിച്ചപ്പോ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അതോടെ അവനും താഴേക്ക് പതിച്ചു. ഭാഗ്യവശാൽ ഇരുവരും വന്നു വീണത് ഫയർഫോഴ്സുകാർ തയ്യാറാക്കി വെച്ച എയർബെഡിലേക്കായിരുന്നു. സുരക്ഷിതമായി തന്നെ രണ്ടുപേരും രക്ഷപ്പെട്ടു. മനസ്സ് ശരിയല്ലാത്ത ഷിങ്ലുവിനെ അങ്ങനെ തനിച്ചുവിടാൻ ചെങ്ഷുനിന് തോന്നുന്നുണ്ടായിരുന്നില്ല. ചെങ്ഷുൻ അവളുടെ പിന്നാലെ ചെന്നു സംസാരിച്ചു. ഇതിലും ഭേദം മരിക്കുന്നതായിരുന്നു എന്നായിരുന്നു പലവട്ടം ഷിങ്ലുവിന് തോന്നിയതുപോലും. ഒടുവിൽ അവളിൽ നിന്നൊരു വാക്കുവാങ്ങിയായിരുന്നു ചെങ്ഷുൻ തിരികെ പോയത്. അടുത്ത ദിവസത്തെ പ്രഭാതം കാണാൻ നീ ഉണ്ടാകണം. ദിവസങ്ങൾ മുമ്പോട്ടു പോയി. ഷിങ്ലുവിന്റെ സ്വന്തമായ കഫയിൽ ചെങ്ഷുൻ പലതവണ തുടർച്ചയായി എത്താൻ തുടങ്ങി. അവളെ കാണുക, സംസാരിക്കുക എന്നതാണ് ലക്ഷ്യം. അവളിൽ അവന് വലിയ താല്പര്യം തന്നെ തോന്നിയിരുന്നു. ഇരുവരും സംസാരിച്ച് പതിയൊരു അടുപ്പവും രൂപപ്പെട്ടു. ആ സമയത്തെ സംസാരത്തിലാണ് ഒരു കാര്യം അവൾ തിരിച്ചറിഞ്ഞത്. വിയന്നയിൽ വെച്ച് അവളെ BMW ഇടിക്കാൻ വന്ന ആ പയ്യനുണ്ടല്ലോ, അത് ചെങ്ഷുൻ തന്നെയാണെന്ന്. പിന്നാലെ അന്നോർത്ത് അവളുടെ അവൻ വരച്ച ചിത്രവും ചെങ്ഷുൻ കാണിച്ചു കൊടുത്തു. താനൊരു പെയിന്ററാണ് എന്ന കാര്യവും അവളോടായി പറഞ്ഞു. അന്ന് ചെങ്ഷുൻ അത് പറഞ്ഞു കേട്ടതും ഷിങ്ലു അതിശയിച്ചിരുന്നു. അന്നത്തെ അപരിചിതനായ ഒരു വ്യക്തി തന്റെ ലൈഫിൽ ഇതുപോലെ ഇത്രയും പ്രാധാന്യമുള്ള, തന്റെ ജീവൻ വരെ രക്ഷിക്കുന്ന ഒരാളായി മാറും എന്നൊരിക്കലും അവൾ ചിന്തിച്ചിരുന്നേയില്ല. അവൻ വരച്ച ആ ചിത്രം അവൾക്ക് സമ്മാനമായി കൊടുത്തു. നാളുകൾ കടന്നുപോയി. ഇരുവരും തമ്മിൽ സൗഹൃദവും അടുപ്പവും രൂപപ്പെട്ടു. ഒരു ദിവസം കഫയിലേക്ക് വന്ന അവൻ കണ്ടത് താൻ കൊടുത്ത ആ ചിത്രം അവൾ ഫ്രെയിം ചെയ്ത് കഫയിൽ തൂക്കിയിരിക്കുന്നതായിരുന്നു. ചെങ്ഷുങ്ങിന് അത്യാവശ്യം സന്തോഷം തോന്നാതിരുന്നില്ല. പക്ഷെ ആ സന്തോഷകരമായ അന്തരീക്ഷം ഒരുപാട് നേരം നീണ്ടുനിന്നില്ല. അന്ന് ഷിങ്ലുവിന്റെ കഫയിലേക്ക് കുറച്ച് മദ്യപിച്ച പയ്യന്മാർ കയറി വന്നു. അവർ പ്രശ്നമുണ്ടാക്കാനും ഷിങ്ലുവിനെ ബുദ്ധിമുട്ടിക്കാനും തുടങ്ങി. ചെങ്ഷുൻ അത് കണ്ട് ഇടപെട്ടു. അത് ഫൈറ്റിലേക്കും കടന്നു. ഫൈറ്റിനൊടുവിൽ ചെങ്ഷുൻ വിജയിക്കുമെന്ന ഘട്ടമെത്തി നിൽക്കുകയാണ് ഷിങ്ലു ആക്രമിക്കാനൊരുങ്ങുന്നത്. അബദ്ധത്തിൽ അടികൊണ്ടതാകട്ടെ ചെങ്ഷുനായിരുന്നു. ബോധം കെട്ടവൻ താഴെ വീണു. അത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന ആ പയ്യന്മാരും പേടിച്ച് അവിടെ നിന്നോടി. പിന്നാലെ ഒരു തരത്തിൽ ഭയന്ന ഷിങ്ലു ചെങ്ഷുനെ വിളിച്ചുണർത്തി. അന്ന് ഇരുവരും പുറത്തുപോയി തട്ടുകടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ വെച്ചുള്ള സംസാരത്തിലാണ് തങ്ങൾ ചെറുപ്പത്തിൽ ഒരേ എലിമെന്ററി സ്കൂളിലാണ് പഠിച്ചത് എന്നുള്ള കാര്യവും അതിശയത്തോടെ അവർ പരസ്പരം തിരിച്ചറിയുന്നത്. യാദർച്ഛികതകൾ ഇരുവരെയും അതിശയിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവളെ അവളുടെ ഇടത്ത് ചെങ്ഷുൻ ഡ്രോപ്പ് ചെയ്തു. ആ സമയം അവൻ അവളുടെ ഫോൺ നമ്പർ ചോദിച്ചു. അവൻ ഫോൺ നമ്പർ അവളുടെ കയ്യിൽ എഴുതി കൊടുത്തെങ്കിലും മഴ നനഞ്ഞ് അത് മാഞ്ഞുപോയിരുന്നു. തിരികെ വീട്ടിലെത്തി ഒരുപാട് അവൻ ശ്രമിച്ചെങ്കിലും നമ്പർ വീണ്ടെടുക്കാൻ സാധിച്ചില്ല. അവൻ നിരാശനായി. എന്നാലും അവളുമായി ചിലവഴിച്ച ആ സമയം, അതിലെ ഓർമ്മകളൊക്കെ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അടുത്തൊരു ദിവസം നിരാശയിൽ ഒരു പാലത്തിന്റെ സമീപം ചെങ്ഷുൻ കിടക്കുകയായിരുന്നു. ആ സമയം ഷിങ്ലു അതുവഴി വന്നു. അവനെ
കണ്ട് വിളിച്ചെഴുന്നേൽപ്പിച്ചു. ആ സമയത്താണ് അവൻ കാര്യങ്ങൾ മനസ്സ് തുറന്ന് ഷിങ്ലുവിനോട് സംസാരിക്കുന്നത്. തന്റെ ഒരു പ്ലാൻഡായ ആർട്ട് എക്സിബിഷൻ നടക്കാനിരുന്നിരുന്നു. പക്ഷേ അവസാന നിമിഷം അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. അതിൽ നിന്ന് പെയിന്റിംഗ് ഒക്കെ വിറ്റുപോയി കിട്ടുന്ന പണമായിരുന്നു ജീവിക്കാനുള്ള ആകെയുള്ള ഉപാധിയായി കണ്ടിരുന്നത്. ഇപ്പോൾ അതും മുമ്പിലില്ല. നല്ല രീതിയിൽ താനിപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിളിലാണ്. ചെങ്ഷുങ്ങിന്റെ അവസ്ഥ കേട്ടതും ഷിങ്ലുവിന് അവനോട് സഹതാപം തോന്നി. അവൾ ചോദിച്ചു, എന്റെ കഫേയിൽ ഒരു വേക്കൻസി ഉണ്ട്, നീ ജോലി ചെയ്യാൻ തയ്യാറാണോ? പെട്ടെന്ന് തന്നെ അതിന് തയ്യാറാണെന്ന് അവൻ പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും ഷിങ്ലുവിന്റെ കൂടെ ജോലി ചെയ്യുമ്പോ അവളോട് അടുത്തിടപഴകാമല്ലോ, അവളെ കണ്ടിട്ടെങ്കിലും ഇരിക്കാം. അങ്ങനെ കഫേയിൽ അവൻ ജോലി ചെയ്യാൻ തുടങ്ങി. അതോടെ ഷിങ്ലുവുമായുള്ള അവന്റെ കമ്പനിയും വർദ്ധിച്ചു വന്നു. ഇരുവരും തമ്മിൽ പ്രണയത്തിന്റെ അംശങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി. ഒരു ദിവസം ചെങ്ഷുങ് അവിടെ നടക്കുന്ന അണ്ടർഗ്രൗണ്ട് റേസിംഗ് കാണാൻ പോയി. അവിടെ വെച്ച് ഒരാൾ അവനെ വെല്ലുവിളിച്ചു. റേസിംഗിൽ തന്റെ കൂടെ പൊരുതി അവൻ വിജയിച്ചാൽ അവന് കുറേയധികം പണം തരാം, അതല്ല ഇനി അവൻ പരാജയപ്പെട്ടാൽ അവൻ നഗ്നനായി അവിടെ നിന്ന് പോവേണ്ടി വരും. വെല്ലുവിളിയായിരുന്നു. ചെങ്ഷുൻ അത് ഏറ്റെടുത്തു. പിന്നെ അവിടെ റേസിംഗ് ആരംഭിക്കുകയായിരുന്നു. കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ കാറായിരുന്നു ചെങ്ഷുൻ ഉപയോഗിച്ചത്. റേസ് ഇവന്റിൽ വളരെ മികച്ച രീതിയിൽ ചെങ്ഷുൻ വിജയിച്ചു. അതോടെ കയ്യിൽ കുറച്ചധികം പണവും കിട്ടി. അത് കിട്ടിയതും മനസ്സിലവൻ ആദ്യം തോന്നിയത് ഷിങ്ലുവുമായി ഒരു ഫാൻസി റെസ്റ്റോറന്റിൽ നല്ലൊരു ഡേറ്റിന് പോകണമെന്നായിരുന്നു. ചെങ്ഷുൻ അങ്ങനെ ഷിങ്ലുവിനെയും കൂട്ടി അടുത്ത ദിവസം ഒരു ഫാൻസി റെസ്റ്റോറന്റിൽ തന്നെ ഡേറ്റിന് പോയി. മികച്ച രീതിയിൽ കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ചായിരുന്നു ചെങ്ഷുനും എത്തിയിരുന്നത്. താൻ വളരെ സമ്പന്നനായ ഒരു വ്യക്തിയാണ്, ഇതൊക്കെ തനിക്ക് പരിചിതമായ രീതിയാണ് എന്ന മട്ടിൽ ചെങ്ഷുൻ ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷിങ്ലു അത് കണ്ട് അതിനെപ്പറ്റി ചോദിച്ചു. ചെങ്ഷുൻ പറഞ്ഞു, നിന്നെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി തലേന്നിരുന്ന് ഇതിനെ പറ്റിയൊക്കെ താൻ പഠിച്ചതാണ്. ഇരുവരും അവിടെ വെച്ച് തങ്ങളുടെ പാസ്റ്റിനെ പറ്റി സംസാരിച്ചു. ഷിങ്ലു പറഞ്ഞു, എന്റെ അമ്മ കുട്ടിക്കാലത്തെ മരിച്ചുപോയതാണ്. അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചു. ഞങ്ങൾ വളരെയധികം സമ്പന്നരായിരുന്നു. പക്ഷേ ബിസിനസ് ഒക്കെ തകർന്ന് ആകെ ദരിദ്രാവസ്ഥയിലെത്തി. നീ ഇപ്പോ എന്നെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് കാണുമ്പോ മരിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛൻ എന്നെ ട്രീറ്റ് ചെയ്തിരുന്ന പോലെയാ തോന്നുന്നത്. ഷിങ്ലുവിന്റെ ആ വാക്കുകൾ ചെങ്ഷുനിന് അത്യാവശ്യം നല്ല സന്തോഷം പകർന്നിരുന്നു. ഇരുവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ബില്ലെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അപ്രതീക്ഷിതമായൊന്ന് സംഭവിച്ചു. വെയിറ്റർ ഒരു കേക്കും മറ്റുമായി അങ്ങോട്ടേക്ക് വന്നു. വില്യം മാരി മീ എന്നൊരു മെസ്സേജും അതിലുണ്ടായിരുന്നു. കേക്കിനകത്താണെങ്കിൽ ഒരു റിങ്ങും. അത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ചെങ്ഷുനും ഷിങ്ലുവും ഒന്ന് ഞെട്ടിയിരുന്നു. അവരങ്ങനൊന്നും ഓർഡർ ചെയ്തിരുന്നതേയല്ല, അത് മറ്റാർക്കോ ഓർഡർ ചെയ്യപ്പെട്ടതാണ്. അത് മനസ്സിലായതും ഇരുവരും അവിടെ നിന്ന് വലിഞ്ഞു. തൊട്ടു പിന്നാലെ അത് ഓർഡർ ചെയ്ത കപ്പിൾസ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അവർ ഇറങ്ങുമ്പോ പുറകിൽ അതിന്റെ ബഹളങ്ങൾ നടക്കുന്നുണ്ട്. നടന്ന കാര്യങ്ങൾ ഇരുവരിലും ഒരു ചിരിമുഹൂർത്തം ഉണർത്തിയിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് അവർ ചുറ്റി നടന്ന് ഒരുപാട് നേരം എൻജോയ് ചെയ്തു. പലയിടത്തും വിസിറ്റ് ചെയ്തു. ഒരിക്കൽ അവർ പുറത്തു പോയപ്പോ ഒരു ജ്വല്ലറിയിൽ പുറത്ത് പ്രദർശിപ്പിച്ചിരുന്ന അതിമനോഹരമായൊരു റിങ് ഷിങ്ലു നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ചെങ്ഷുൻ അത് നോട്ടീസ് ചെയ്തു. അവിടെ നിന്നും അവൾ നടന്നു നീങ്ങിയപ്പോ അവൻ പെട്ടെന്ന് തിരിഞ്ഞ് അതിന്റെ വിലയും നോക്കി. അത്യാവശ്യം വിലയുണ്ട്, അത് വാങ്ങണം എന്നവന് തോന്നിയിരുന്നു. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അവൻ തീരുമാനിച്ചുറപ്പിച്ചു. അവൻ തന്റെ പെയിന്റിംഗ് വർക്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം മുമ്പ് സ്ട്രീറ്റ് റേസിംഗിൽ അവനോട് തോറ്റുപോയ ആ ഒരു യുവാവുണ്ടല്ലോ, അവനും സംഘവും ചെങ്ഷുനിനെ തടയാനെത്തുന്നത്. തടഞ്ഞു നിർത്തി അവർ വീണ്ടും വെല്ലുവിളി നടത്തി. വീണ്ടും റേസിംഗ് നടത്താം, ഇത്തവണയും പഴയ പോലെ തന്നെ. വിജയിച്ചാൽ നല്ലൊരു തുക അവന് കിട്ടും, തോറ്റാൽ നഗ്നമായിട്ടോടണം. ഇത്തവണ ചെങ്ഷുനിനും മത്സരിക്കണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ മത്സരിച്ചില്ലെങ്കിൽ ഷിങ്ലുവിന്റെ കഫി അടിച്ചു തകർക്കും എന്ന തരത്തിൽ അവർ പറഞ്ഞതോടെ ആവശ്യമില്ലാത്ത പ്രശ്നം വേണ്ട എന്ന് കരുതി ചെങ്ഷുൻ അതിന് സമ്മതിച്ചു. പക്ഷേ റേസ് നടക്കുമ്പോ അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു. കാറിന് മുമ്പിലേക്ക് ഷിങ്ലു വന്നു. അതോടെ അവന് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടേണ്ടി വന്നു. ആ ഒറ്റ കാരണം കൊണ്ട് അവൻ പരാജയപ്പെടുകയും ചെയ്തു. ഷിങ്ലു വന്ന് ചെങ്ഷുനിനോട് ഒരുപാട് ദേഷ്യപ്പെട്ടിരുന്നു. അത്തരം അപകടകരമായ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഷിങ്ലു അവനോട് പറഞ്ഞിരുന്നതാണ്. അവൾ ദേഷ്യപ്പെട്ട് കഫയിലേക്ക് പോയി. തോറ്റതുകൊണ്ട് റൂൾ അനുസരിച്ച് വേണമല്ലോ ചെങ്ഷുനിന് പ്രവർത്തിക്കാൻ. നഗ്നനായി പേപ്പർ കൊണ്ട് നാണം മറച്ചിട്ടായിരുന്നു അവൻ അവിടെ നിന്ന് പോന്നത്. ഒരു തരത്തിൽ അവൻ കഫയിലേക്ക് എത്തിച്ചേർന്നു. പേപ്പർ കൊണ്ട് തന്റെ നഗ്നത മറച്ച് അങ്ങോട്ടേക്ക് കടന്നു വരുന്ന അവനെ കണ്ടതും ഷിങ്ലുവിന് ചിരിവരാതിരുന്നില്ല. ഷിങ്ലു അവന് അവിടെ ഉണ്ടായിരുന്ന ഒരു വസ്ത്രം എടുത്തു കൊടുത്തു. അവളുടെ മുഖം പെട്ടെന്ന് വീണ്ടും ദേഷ്യമുള്ളതായി മാറി. അവനെ ഒരുപാട് ചീത്ത വിളിച്ചു. ഈ സമയമാണ് അന്നവനെ ഫാൻസി റെസ്റ്റോറന്റിൽ കൊണ്ടുപോയതും ഇതുപോലെ ബെറ്റ് വെച്ച് കിട്ടിയ പണമാണ് എന്നവൾ അറിയുന്നത്. അതോടെ അവളുടെ ദേഷ്യം ഒന്നുകൂടി കനത്തു. അവനിൽ അവൾ വല്ലാതെ ഡിസപ്പോയിന്റഡ് ആവുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ ആ കണ്ണീര് കണ്ടതും
കണ്ടതും ചെങ്ഷുൻ ആകെയൊന്ന് വല്ലാതായി. അവളെ സമാധാനിപ്പിച്ച് അവളെയും കൂട്ടിക്കൊണ്ട് അവൻ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. അവിടെ അവൻ വരച്ചു വെച്ചിരുന്ന അവളുടെ പല ഇമോഷൻസിലുള്ള ചിത്രങ്ങൾ അവൻ അവൾക്ക് കാണിച്ചു കൊടുത്തു. വളരെയധികം അതിശയത്തോടെയായിരുന്നു അവളത് നോക്കിക്കണ്ടത്. തന്നെ എത്രമാത്രം ചെങ്ഷുൻ സ്നേഹിക്കുന്നുണ്ട് എന്നവൾ അപ്പോഴായിരുന്നു തിരിച്ചറിയുന്നതും. ഏറെ ഇമോഷണലായ അവൾ തന്റെ ഒരു ചിത്രം കൂടി അവനോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. ചെങ്ഷുൻ അതിനുവേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി. ഈ സമയം അവളാകട്ടെ തന്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അർദ്ധനഗ്നയായിട്ടുള്ള അവളുടെ ചിത്രം വരയ്ക്കാനായിരുന്നു അവൾ ആവശ്യപ്പെട്ടത്. അതിശയത്തോടെ ചെങ്ഷുൻ അത് നോക്കിക്കണ്ടു. പിന്നാലെ ചിത്രം വരച്ചു. ചിത്രം വര പൂർണ്ണമായതും വസ്ത്രം കൊണ്ട് അവളെ കവർ ചെയ്ത് അവൻ അവളെ ചേർത്തു പിടിച്ചു. ആ സമയം അവൾ വേദനയോടെ പറഞ്ഞു, ഞാൻ നിന്നോട് കള്ളം പറഞ്ഞു. പക്ഷെ അത് എന്താണെന്നോ എന്തിനാണെന്നോ ഒന്നും ചെങ്ഷുൻ ചോദിക്കുന്നതിന് മുമ്പേ അവർ തമ്മിലുള്ള ആ അടുപ്പവും ആ നിമിഷവും അവരെ ശാരീരിക ബന്ധത്തിലേക്ക് നയിച്ചു. ഈ സമയം തന്റെ എക്സിനൊപ്പമുള്ള കുറെ ഓർമ്മകൾ, ചില കാര്യങ്ങൾ അവളുടെ ഉള്ളിലേക്ക് ഓടി വന്നിരുന്നു. അവൾക്കായി അവളുടെ എക്സ് ഒരു മാഗസിൻ അയച്ചു കൊടുത്തിരുന്നു. ആ മാഗസിനിൽ ചെങ്ഷുൻ ആരാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചെങ്ഷുൻ യാഥാർത്ഥ്യത്തിൽ വളരെ വലിയൊരു കമ്പനിയുടെ ആകെയുള്ള അനന്തരാവകാശിയാണ്. അവന്റെ അമ്മയാണ് ഇപ്പോൾ ആ കമ്പനിയുടെ അധിപ. അതെല്ലാം മാറ്റിവെച്ച് പെയിന്ററായി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടാണ് ചെങ്ഷുൻ ഈ ജീവിതം നയിക്കുന്നത്. അതിനെപ്പറ്റി ചോദിക്കാൻ അവൾ തന്റെ എക്സിനെ കാണാൻ പോയിരുന്നു. അയാൾ ഇപ്പോൾ വളരെയധികം സമ്പന്നനാണ്. അവിടെ എത്തിയപ്പോൾ അയാൾ അവളോട് പറഞ്ഞു, നീയും ഞാനും തമ്മിൽ ഇപ്പോൾ എന്ത് വ്യത്യാസമാ ഉള്ളതെന്ന് നോക്ക്. പ്രാക്ടിക്കലായി ഈ സ്നേഹവും പ്രേമവും ഒക്കെ മാറ്റിവെച്ച് നമ്മളുടെ ജീവിതം നന്നാക്കാൻ പണമുള്ള ആളെ തിരഞ്ഞെടുത്തു. ഞാനെന്ത് ചെയ്തോ അത് തന്നെയല്ലേ നീയും ഇപ്പോ ചെയ്യുന്നേ? അതങ്ങനെയല്ല, വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ചെങ്ഷുനിന്റെ സ്വപ്നത്തിന് സപ്പോർട്ട് ചെയ്യണം എന്നവൾക്ക് തോന്നിയിരുന്നു. അവൾ അതിനുവേണ്ടി ശ്രമം ആരംഭിച്ചു. ആർട്ട് എക്സിബിഷനൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന മിസ്റ്റർ ഹ്വാങ് എന്ന വ്യക്തിയെ അവൾ ചെന്നു കണ്ടു. ചെങ്ഷുനിന്റെ ആർട്ട് എക്സിബിഷന് അവൾ വഴിയൊരുക്കി. ചെങ്ഷുനും അതിലൊരുപാട് സന്തോഷിച്ചിരുന്നു. ഇരുവരും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി. അങ്ങനെ ആർട്ട് എക്സിബിഷൻ നടക്കുന്ന ദിവസം എത്തി. പക്ഷെ അത് കാണാൻ ആരും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. അന്നാണ് ഷിങ്ലുവിനൊരു കോൾ വരുന്നതും കോൺട്രാക്ട് നീ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് വിളിച്ച വ്യക്തി അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഷിങ്ലു അതൊന്നും കാര്യമാക്കിയില്ല. ചെങ്ഷുന്റെ സന്തോഷമായിരുന്നു അവൾക്ക് വലുത്. അധികം വൈകാതെ അങ്ങോട്ടേക്ക് എക്സിബിഷൻ കാണാനും പെയിന്റിംഗ് വാങ്ങാനും ഒരു ബയ്യർ എത്തി. അതിലൊരു പെയിന്റിംഗ് വാങ്ങാനുള്ള താല്പര്യം അയാൾ പ്രകടിപ്പിച്ചു. അത്യാവശ്യം വലിയ വില തന്നെ പറഞ്ഞു. പക്ഷേ അത് വിൽക്കാൻ അവൻ ഒരുക്കമായിരുന്നില്ല. അതിന്റെ പേരിൽ കോപിച്ചായിരുന്നു അയാൾ പോയത്. അത് ഷിങ്ലുവിന്റെയും ചെങ്ഷുനിന്റെയും പേഴ്സണൽ മൊമെന്റ് ചിത്രീകരിച്ചു വെച്ചതായിരുന്നു. അടുത്ത ദിവസം ഷിങ്ലു കഫയിലേക്ക് വരുമ്പോ അവിടെ ഒരു റോസുമായി ചെങ്ഷുൻ നിൽക്കുന്നുണ്ട്. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ നേരെ കഫയിലേക്ക് കയറി. അവളുടെ പിന്നാലെ ചെങ്ഷുൻ കയറി ചെന്നു. അവൾക്ക് മുമ്പിൽ മുട്ടുകുത്തി അവളെ പ്രപ്പോസ് ചെയ്തു. അവൾ മുമ്പ് വാങ്ങാൻ ആഗ്രഹിച്ച ആ മോതിരം വെച്ചായിരുന്നു പ്രപ്പോസൽ. അത് കണ്ടതും അവൾക്ക് മനസ്സിലായി അവൻ ഒരു പെയിന്റിങ്ങും ഒരിക്കലും വിൽക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും അവർ തമ്മിലുള്ള പേഴ്സണൽ മൊമെന്റുകൾ ഷെയർ ചെയ്തിരുന്ന പെയിന്റിങ്ങുകൾ അതിലൊന്ന് വിറ്റിരിക്കുന്നു. അതവളെ വല്ലാതെ വിഷമിപ്പിച്ചു. കരഞ്ഞുകൊണ്ട് അവനെ അവിടെ വിട്ട് പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അവൾ ആ ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലേക്ക് കയറി നിന്നു. പണ്ടൊരിക്കൽ ആത്മഹത്യ ചെയ്യാൻ അവൾ കയറി നിന്ന അതേ റൂഫ് ടോപ്പ് തന്നെ. അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞ് ആകാശം നോക്കി എന്നോട് ക്ഷമിക്കൂ എന്നവൾ അലറി വിളിച്ചു. എന്തോ ഒരു രഹസ്യം ഏറെ വേദനയിൽ അവൾ സൂക്ഷിക്കുന്നുണ്ട് എന്നവിടെ വെച്ച് വ്യക്തമാകുന്നുണ്ടായിരുന്നു. അവൾ തിരികെ എത്തിയപ്പോ ചെങ്ഷുൻ അപ്പോഴും കഫേയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് പ്രപ്പോസൽ സ്വീകരിക്കാത്തത്, എന്താ കാര്യം എന്നൊക്കെ അവൻ ചോദിച്ചു. പക്ഷേ അവൾ മറുപടി പറയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവന്റെ കണ്ണുകളിൽ നോക്കാതെ അവൾ പറഞ്ഞു, എല്ലാം അവസാനിപ്പിച്ചേക്ക്, എനിക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോവാൻ താല്പര്യമില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവളുടെ ശബ്ദം വല്ലാതെ ഇടറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ചെങ്ഷുനിന് അപ്പോഴും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം തന്നെ ഞെട്ടിക്കുന്നൊരു കാഴ്ച ചെങ്ഷുൻ കണ്ടു. ഷിങ്ലു ഷെൻമിങ്ങിനൊപ്പം അവളുടെ എക്സ് ബോയ്ഫ്രണ്ടിനൊപ്പം ചുറ്റിക്കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു. അവൾ കടുത്തെത്തി എന്താ ഇത് എന്ന മട്ടിൽ അവൻ ചോദ്യം ചെയ്തു. ഷിങ്ലു പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ നീയുമായി ഒരു ബന്ധത്തിനും എനിക്ക് താല്പര്യമില്ല. എനിക്ക് നിന്നെ അത്ര ഇഷ്ടവുമല്ല. എന്റെ പക്കൽ പണമൊന്നുമില്ല. എന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് പണം വേണം. നിന്റെ കൂടെ നിന്നാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഷെൻമിന്നിന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചത്. അത് ചെങ്ഷുനിനെ തകർത്തു കളഞ്ഞിരുന്നു. ഒരിക്കൽ താൻ കണ്ട സ്വപ്നങ്ങൾ തന്റെ മുമ്പിൽ തകർന്നു വീഴുന്നു. മുറിയിലേക്ക് അവളുമായി പോയ ചെങ്മിങ് അവൾക്ക് മേൽ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഷിങ്ലു വഴങ്ങുന്നുണ്ടായിരുന്നില്ല. അവളുടെ ഉള്ളിൽ അപ്പോഴും ചെങ്ഷുൻ തന്നെയാണ്. അവന്റെ സ്നേഹവും പ്രണയവും അവൾ പൂർണ്ണമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. പക്ഷെ അത് സ്വീകരിക്കാൻ അവൾക്ക് സാധിക്കില്ല. ഷെൻമിന്നിനെ അവൾ തള്ളിമാറ്റി. അവൾക്കിപ്പോഴും ചെങ്ഷുനിനെ തന്നെയാണ്
തന്നെയാണ് ഇഷ്ടം. പക്ഷെ എല്ലാം അവൾ ഉള്ളിലൊളിപ്പിച്ചിരിക്കുകയാണ്. ചെങ്ഷുനിന് അറിയാത്ത ചില രഹസ്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് അവളിരുന്ന സമയത്തായിരുന്നു ചെങ്ഷുനിന്റെ അമ്മ ഷിങ്ലുവിന് മുമ്പിൽ ഒരു ഓഫറായിട്ട് എത്തിയത്. ചെങ്ഷുനിന് അവൾക്ക് മേൽ പ്രണയം തോന്നുന്നുണ്ട് എന്നവന്റെ അമ്മ മനസ്സിലാക്കിയ ശേഷമായിരുന്നു അത് നടന്നത്. അവരെത്തി അവളുമായി ഒരു കോൺട്രാക്ട് വെച്ചു. ചെങ്ഷുനിനെ നീ പ്രണയിക്കണം, അവനെ നീയുമായി പ്രണയത്തിൽ വീഴ്ത്തണം, എന്നിട്ട് ആ ഒരു പ്രധാന ഘട്ടം വരുമ്പോ നീ അവനെ തേച്ചൊഴിവാക്കണം, അവൻ തകർന്നു പോകണം. അതോടെ അവൻ അവന്റെ സ്വപ്നമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പെയിന്റിംഗ് കരിയർ ഒക്കെ ഉപേക്ഷിച്ച് എന്നിലേക്ക് തിരികെ വരണം, ബിസിനസ് ഏറ്റെടുത്ത് നടത്തണം. അതവൾ പ്രവർത്തിച്ചാൽ അവൾക്ക് 15 മില്യൺ വോൺ പ്രതിഫലമായി കൊടുക്കും. കഫേ തുടങ്ങാനും മറ്റുമായി അവൾക്ക് പണം വേണ്ടിയിരുന്ന സമയമായിരുന്നു അത്. മനസ്സെല്ലാം മനസ്സോടെ ആ ദൗത്യം അവൾ ഏറ്റെടുത്തു. പക്ഷേ ഒരിക്കലും ആത്മാർത്ഥമായി താൻ അവനുമായി പ്രണയത്തിൽ വീണുപോകും എന്നപ്പോഴൊന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. മുമ്പോട്ട് പോകുന്നവരും ചെങ്ഷുനിന്റെ ആത്മാർത്ഥമായ പ്രണയം അവളെ ബുദ്ധിമുട്ടിലാഴ്ത്തി. തന്നെ അത്രമേൽ ആത്മാർത്ഥമായി മറ്റാരും പ്രണയിച്ചിട്ടില്ല എന്നത് അവളെ ദുഃഖിപ്പിച്ചു. ഒടുവിലായിരുന്നു അവൾ മാറി ചിന്തിക്കാൻ ശ്രമിച്ചത്. അപ്പോഴും കോൺട്രാക്ട് വയലേഷൻ വലിയ അപകടത്തിൽ കൊണ്ടെത്തിക്കും എന്നറിഞ്ഞ അവൾ ഒടുവിൽ അവനെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയായിരുന്നു. ഒടുവിൽ ചെങ്ഷുനിന്റെ അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു. ചെങ്ഷുൻ ആകെ തകർന്ന് എല്ലാം വിട്ട് അമ്മയ്ക്കടുത്തേക്ക് മടങ്ങിയെത്തി. ചെങ്ഷുനിന്റെ അമ്മയ്ക്ക് തന്റെ ഭർത്താവിനെ പോലെ പെയിന്റിംഗ് കരിയറിന് പിന്നാലെ പോയി അതിൽ വിജയിക്കാൻ സാധിച്ചില്ലെന്ന് വിഷമിച്ച് മകൻ മരണപ്പെടുന്നത് കാണാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു അവനറിയാതെ ഇത്തരത്തിൽ കളികൾ കളിച്ച് അവനെ തന്റെ അടുത്തേക്ക് എത്തിക്കാൻ ആ അമ്മ ശ്രമിച്ചത്. എന്തായാലും ചെങ്ഷുൻ അമ്മയ്ക്കരികിലേക്ക് മടങ്ങിയെത്തി. അമ്മ അവനെ താൻ ആഗ്രഹിച്ച പോലെ കമ്പനിയുടെ തലപ്പത്തേക്ക് കൈപിടിച്ചു കയറ്റി. അവൻ ആ കമ്പനിയുടെ CEO ആയി മാറി. സമ്പാദ്യവും അധികാരവും ഒക്കെ വന്നതോടെ അവൻ മദ്യത്തിലും മറ്റും അടിമപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. ഇപ്പോഴേറെ സമ്പന്നനും ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയുമാണല്ലോ. അത്തരത്തിലുള്ളവരുടെ ഒരു മീറ്റിംഗിന് ഒരിക്കൽ ചെങ്ഷുൻ പോയി. അവിടെ ആർട്ട് പ്രദർശനവും ഉണ്ടായിരുന്നു. കാര്യം ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അവനെപ്പോഴും ഒരു ആർട്ടിസ്റ്റ് തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് ഒരാൾ അവന്റെ ഒരു പെയിന്റിംഗ് ഉയർന്ന വിലയ്ക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു വന്നു. പക്ഷെ അവനത് വിൽക്കുന്നില്ലെന്ന് അറിയിച്ചു. അപ്പോഴാണ് അവന്റെ അമ്മ വന്നത്. അമ്മ പറഞ്ഞു, അല്ലെങ്കിലും ഈ പെയിന്റിങ്ങുകളൊക്കെ നമ്മളുടെ കുടുംബത്തിന്റെ ഒരു അസറ്റാണ്, അത് നീ എപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കണം. പെട്ടെന്ന് അവനത് സൂക്ഷിച്ചു വെക്കേണ്ടെന്ന് തോന്നി. അതങ്ങനെ അത്ര വലിയ അസറ്റല്ലെന്നും തോന്നി. അമ്മ തന്റെ ലൈഫ് മുഴുവനായും കൺട്രോൾ ചെയ്യുന്നു. അതിന് താൻ സമ്മതിക്കില്ല. ദേഷ്യത്തിൽ തന്റെ പെയിന്റിങ്ങുകൾ ഓരോന്നും വെറും 1 വോൺ മാത്രം വാങ്ങി വിറ്റേക്കാൻ തന്റെ അങ്കിളിനോട് പറഞ്ഞു. അടുത്ത ദിവസമാണ് അവൻ ഒരു വിവരമറിയുന്നത്. അവന്റെ പെയിന്റിങ്ങുകളിലൊന്ന് ഒരു യുവാൻ കൊടുത്തല്ല ആരോ മേടിച്ചിരിക്കുന്നത്, മറിച്ച് അതിന് 15 മില്യൺ വില കൊടുത്തിരിക്കുന്നു. വളരെയധികം ആകാംക്ഷയും ദേഷ്യവും കൗതുകവും ഒക്കെ കൊണ്ട് അതാരാണെന്ന് അവൻ അന്വേഷിക്കാൻ തുടങ്ങി. അവന്റെ അന്വേഷണം അവസാനിച്ചത് ഒരു ചെറിയ ഫ്ളാറ്റിലായിരുന്നു. യൂറോപ്പിലെ ആ ചെറിയ ഫ്ളാറ്റിൽ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ഷിങ്ലുവിനെ അവൻ നോക്കിക്കണ്ടു. ലൈഫിലെ കുറ്റബോധം കൊണ്ട് അവൾക്ക് കോൺട്രാക്ട് മുഖേന കിട്ടിയ പണം മുഴുവൻ ഉപയോഗിച്ച് അവൾ ആ പെയിന്റിംഗ് വാങ്ങുകയായിരുന്നു. ഒരിക്കൽ അവനോട് പറഞ്ഞ പോലൊന്നും ആയിരുന്നില്ല അവളുടെ ലൈഫ് എത്തിച്ചേർന്നത്. അങ്ങോട്ടേക്ക് കടന്നുവന്ന ചെങ്ഷുനാകട്ടെ അവളുടെ ആ അവസ്ഥ കണ്ട് പുച്ഛിച്ചാണ് ആദ്യം സംസാരിച്ചത്. മൂർച്ചയുള്ള വാക്കുകളായിരുന്നു അവൻ ഉപയോഗിച്ചതും. അവൾ കാരണമാണ് തനിക്കിപ്പോഴുള്ള പവർഫുൾ ലൈഫ് ഉണ്ടായതെന്നും പ്രണയത്തിനും മറ്റും പിന്നാലെ പോയിരുന്നെങ്കിൽ താനൊന്നും ആയിത്തീരില്ലായിരുന്നു എന്നുമൊക്കെ അവൻ പറഞ്ഞു. അതെല്ലാം അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവൻ അവിടെ നിന്ന് പോരാൻ നേരം അവൾ സൗമ്യമായ സ്വരത്തിൽ ചോദിച്ചു, നീ ഇനി എന്നെങ്കിലും വീണ്ടും പെയിന്റിംഗ് ചെയ്യുമോ? പക്ഷേ മറുപടിയൊന്നും പറയാതായിരുന്നു അവൻ നടന്നുപോയത്. വേദന കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. താൻ കാരണമാണല്ലോ ചെങ്ഷുൻ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് എന്നവൾ സ്വയം കുറ്റപ്പെടുത്തി. അപ്പോഴും അവളുടെ കയ്യിൽ പണ്ടവൻ സമ്മാനിച്ച് അവൻ ഇട്ടിട്ട് പോയ അവൻ അവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ കൊടുത്ത ആ മോതിരം കിടക്കുന്നുണ്ടായിരുന്നു. ഇത്ര നാളുകൾക്ക് ശേഷവും അവൾ അവനെ പ്രണയിക്കുന്നത് നിർത്തിയിട്ടേ ഉണ്ടായിരുന്നില്ല. അവനങ്ങനെ പോയപ്പോൾ അവൾക്കധിക നേരം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവനെ തിരഞ്ഞ് അവൾ പിന്നാലെ ഓടി. പക്ഷെ അപ്പോഴേക്കും കാറെടുത്ത് അവൻ അവിടെ നിന്ന് കുറച്ചു ദൂരം പിന്നിട്ടിരുന്നു. ചെങ്ഷുനും പഴയ ഓരോ കാര്യങ്ങളും ഓർത്തു. അവൾക്കടുത്തെത്തി ദേഷ്യത്തിലൊക്കെ പെരുമാറിയെങ്കിലും അതെല്ലാം ഒരു ഷീൽഡ് മാത്രമായിരുന്നു. അവളുടെ കണ്ണീര് കണ്ട് ഇറങ്ങിയപ്പോ കാറ് കുറച്ചു നേരം ഡ്രൈവ് ചെയ്തപ്പോ അവന്റെ മനസ്സ് തണുത്തു. അവളെ വീണ്ടും കാണണമെന്ന് തോന്നി. അവൻ തിരികെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവൻ തിരികെ എത്തിയപ്പോ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവനെ തിരഞ്ഞ് അവൾ പുറത്തേക്കിറങ്ങി പോയിരിക്കുകയായിരുന്നല്ലോ. ഇതേ സമയം പുറത്തോടെ ഓടിക്കൊണ്ടിരുന്ന അവളെ ഒരു കള്ളൻ ആക്രമിച്ചു. അവളുടെ കയ്യിൽ കിടന്ന മോതിരം കണ്ട് അത് കൈവശപ്പെടുത്താനായിരുന്നു ആക്രമണം. അവൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോ അവൾക്ക് അയാളിൽ നിന്ന് കുത്തേറ്റു. പിന്നാലെ അയാൾ ഓടി
ഓടിപ്പോവുകയും ചെയ്തു. ഒരു തരത്തിൽ അവിടെ നിന്നും അവൾ താങ്ങിപ്പിടിച്ച് റോഡിലേക്ക് കയറി വന്നു. ജംഗ്ഷനിനെ അവൾ അപ്പോഴും തിരയുന്നുണ്ടായിരുന്നു. അവശതയിൽ റോഡിലേക്ക് അവൾ കയറി വരുമ്പോ അപ്പാർട്ട്മെന്റിൽ നിന്നിറങ്ങി വേഗത്തിൽ കാർ ഓടിച്ചു വരികയായിരുന്ന റോഡിൽ ഷിങ്ലുവിനെ തിരയുകയായിരുന്ന ജംഗ്ഷനിന്റെ കാർ തന്നെ അവളെ ഇടിച്ചു തെറിപ്പിച്ചു. തെറിച്ചവൾ വീണത് താഴെയുള്ള നദിയിലേക്കായിരുന്നു. അതിന്റെ ആഴങ്ങളിലേക്ക് അവൾ താഴ്ന്നുപോയിക്കൊണ്ടിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ജംഗ്ഷനിന് സാധിച്ചു. ഓപ്പറേഷനായി കൊണ്ടുപോകപ്പെടുമ്പോ അവളുടെ കയ്യിൽ കിടന്ന മോതിരം അവനോട് ഏറെക്കുറെ സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നടന്ന കാര്യങ്ങളും തന്റെ മൂർച്ചയുള്ള വാക്കുകളും ഒക്കെ ഓർത്ത് അവൻ ഒരുപാട് വിഷമിച്ചു. ആ ഒരു നിമിഷത്തെ തിരിച്ചറിവ് തനിക്ക് വേണ്ടത് പണമോ അധികാരമോ ഒന്നുമല്ല, മറിച്ച് സ്വസ്ഥമായ ഒരു ജീവിതമാണ്, ആർട്ടിസ്റ്റായുള്ള ഒരു ജീവിതമാണ് എന്ന തിരിച്ചറിവ് വീണ്ടും അവനിലേക്ക് കൊണ്ടുവന്നു. അവൻ തന്റെ അമ്മയെ ചെന്ന് കണ്ടു. താനെല്ലാം ഉപേക്ഷിക്കുകയാണെന്നും അമ്മയുടേതായ ഒന്നും തനിക്ക് വേണ്ടെന്നും അവൻ അമ്മയോട് പറഞ്ഞു. എല്ലാം വിട്ട് താൻ പോവുകയാണെന്നും അവൻ കൂട്ടിച്ചേർത്തു. അമ്മ അതിന് തടസ്സം നിന്നെങ്കിലും അവനതൊന്നും ചെവികൊണ്ടില്ല. എല്ലാം വിട്ട് അവൻ അവിടം വിട്ടു പോന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം വിയന്നയിൽ ഒരു കഫയിൽ വെച്ച് ജംഗ്ഷനും അന്നത്തെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഷിങ്ലുവും വീണ്ടും കണ്ടുമുട്ടി. മുമ്പൊരിക്കൽ അവർക്കിടയിൽ നിലകൊണ്ട ആത്മാർത്ഥമായ പ്രണയം അപ്പോഴും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് ഓപ്പറേഷന് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്റെ കയ്യിൽ കിട്ടിയ പണ്ടവളെ പ്രപ്പോസ് ചെയ്ത അതേ പഴയ റിംഗ് ഇത്തവണ അവൾക്കായി വെച്ചു നീട്ടിക്കൊണ്ട് തന്നെ വിവാഹം കഴിക്കാമോ എന്ന് ജംഗ്ഷൻ ചോദിച്ചു. പുഞ്ചിരിയോടെയുള്ള ഒരു യെസ് ആയിരുന്നു അവളുടെ മറുപടി. അവർ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കും. ആർട്ടിസ്റ്റ് ആവാനുള്ള തന്റെ സ്വപ്നത്തിലേക്ക് ജംഗ്ഷൻ നടന്നടക്കും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ വ്യത്യസ്തമായ ഈ പ്രണയ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.